എല്ലാ വർഷവും ആപ്പിളിൻ്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റിലീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില ഫീച്ചേഴ്സ് വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ആ ഒരു ഇവൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. എന്നാൽ വർഷങ്ങളായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ചില ആളുകൾക്കെങ്കിലും അറിയാത്ത 10ലധികം ഫീച്ചേഴ്സാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് ഉറപ്പാണ്, ഞാൻ ഈ പറയുന്ന ഫീച്ചേഴ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത 4-5 എണ്ണെങ്കിലും കാണും. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ആപ്പാണ്. സോ ഹെൽത്ത് ആപ്പ് നമ്മൾ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ഐഫോൺ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇതുകൊണ്ട് ചെയ്യുക, അതോടൊപ്പം എക്സ്ട്രാ ഫോട്ടോ വീഡിയോഗ്രാഫി അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതുപോലുള്ള കാര്യങ്ങൾക്കായിരിക്കും മജോറിറ്റി ഓഫ് ആളുകളും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ ഒരു ടൂളായി കണ്ടുകൊണ്ട്, അതായത് ഒരു ഫോണിനെ, ഐഫോൺ എന്ന് മാത്രമല്ല ഏത് ഫോണിനെയും നമ്മുടെ ടൂളായി കണ്ടുകൊണ്ട് നമ്മളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളും പിന്നീട് ഉപകാരപ്പെടുന്ന രീതിയിലാക്കാൻ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പല ആളുകളും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. സോ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹെൽത്ത് ആപ്പ്. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കുണ്ടാകുന്ന എന്ത് കൈൻഡ് ഓഫ് ഇൽനെസ്സിനെയും നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് യൂസ്ഫുൾ ആയിട്ട് വിനിയോഗിക്കാനും സാധിക്കുന്ന ഒരു കിടലൻ ഫീച്ചറാണ് ഹെൽത്ത് ആപ്പിലുള്ള ഈ ഒരു ഓപ്ഷൻ. അതിനുവേണ്ടി നമ്മൾ ഹെൽത്ത് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിലേറ്റവും താഴെയുള്ള ബ്രൗസ് ഓപ്ഷനിൽ പോയി താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് കാണാം. അതിൽ സിംറ്റംസ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സിംറ്റംസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം പല ടൈപ്പ് ഓഫ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പല സിംറ്റംസിൻ്റെയും പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫീവർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡേറ്റ ഒന്നും കാണാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് ഇതിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാം. ആഡ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തുകൊണ്ട് എപ്പോഴാണ് ടൈം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് 3 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണ്. അതിൽ മൈൽഡ് ഉണ്ട്, മോഡറേറ്റ്, സിവിയർ ഉണ്ട്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഫീവർ അത്യാവശ്യം മോഡറേറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏത് ടൈം മുതൽ ഇന്ന ടൈം വരെ ഉണ്ടെന്ന് എന്നുള്ളത് നമുക്കിവിടെ കൃത്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിന് ആഡ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു ഡേറ്റ അവിടെ വന്നിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾക്കിത് കാണിക്കാവുന്നതാണ്. സോ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ സമ്മറി ടാബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് പിൻ ടു സമ്മറി എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറി ടാബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിംറ്റംസിനെ പറ്റിയുള്ള സകല ഡേറ്റാസും അവിടെ ലഭിക്കുന്നതായിരിക്കും. 2 നോട്ട്സ് ആപ്പിലെ ഈ ഒരു ഫീച്ചർ, ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങളും സ്ഥിരമായിട്ട് നോട്ട്സ് ആപ്പ് ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നോട്ട്സ് ആപ്പിനെ ആശ്രയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതായത് നോട്ട്സ് ആപ്പിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്, എന്തെങ്കിലും പെട്ടെന്ന് എഴുതി അല്ലെങ്കിൽ മാർക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഓപ്പൺ ചെയ്ത് വരുന്നത് ഹെഡിങ് ആണ്, അതിലേക്കായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളിങ്ങനെ സ്പേസ് ബാർ അടിച്ച് അല്ലെങ്കിൽ റിട്ടേൺ കീ അടിച്ച് താഴത്തേക്ക് വന്ന് അവിടെ നിന്ന് വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കയറാൻ. അതിന് പകരം ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്നത് ബോഡി ആക്കണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക, അതിൽ നോട്ട്സ് എന്നുള്ളത് സെർച്ച് ചെയ്യുക, നോട്ട്സ്. സോ ഇവിടെ നോട്ട്സിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ന്യൂ നോട്ട് സ്റ്റാർട്ട് വിത്ത് ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ബോഡി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരു പുതിയ നോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂ നോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നത് ബോഡി ആയിരിക്കും, ടൈറ്റിലല്ല. സോ ഡയറക്റ്റ് നമുക്ക് എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റേണ്ടത് അതങ്ങ് ടൈപ്പ് ചെയ്ത് വെക്കാനാണ്. ഐഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ, എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ, നമുക്കറിയാം പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ പ്രത്യേകത അതിൽ കൂടുതൽ ഡെപ്ത് ഓഫ് ഫീൽഡ് കാണും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ബ്ലർനെസ് കാണും. അതുകൊണ്ട് തന്നെ DSLR ക്യാമറയിലൊക്കെ എടുക്കുന്ന ഒരു എഫക്റ്റ് നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മൾ എടുത്ത ഫോട്ടോ, ഷൂട്ട് ചെയ്ത ഫോട്ടോസിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെപ്ത് എഫക്റ്റ് കൂട്ടാൻ സാധിക്കും, കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം പോയിന്റ് ഓഫ് ഫോക്കസ്, സബ്ജക്റ്റിൻ്റെ ഫോക്കസ് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അവിടെ നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ പോവുക. എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ ഡെപ്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഡെപ്ത് മാറ്റുന്നതനുസരിച്ച് നമുക്ക് അവിടെ ആ ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് മാറുന്ന കാണാം. 1.8ലേക്ക് വരുമ്പം ബാക്ക്ഗ്രൗണ്ട് ആ ബ്ലർനെസ് അല്ലെങ്കിൽ ആ ഡെപ്ത് മാറുന്ന കാണാം. വീണ്ടും അത് കുറയ്ക്കുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആവുന്നത് കാണാം. സോ അങ്ങനെയാണ് ഡെപ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നടുക്കൊരു ഫോക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ആ ഫോക്കസിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. സോ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഫോണിലാണ്, അല്ലെങ്കിൽ ആ ഒരു ബോക്സും ഫോണും കൂടെ ചേർന്നിട്ടാണ്. എന്നാൽ ഈ ഫോക്കസ് എനിക്ക് മാറ്റി അടുത്തൊരു ഒബ്ജക്റ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് സെലക്ട് ചെയ്താൽ എനിക്കിത് ഇപ്പം ഇവിടെ നിന്നുള്ള ഫോക്കസ് മാറി ഇതിലേക്കായി ഫോക്കസ്. ഇവിടുന്ന് ഫോക്കസ് ആക്കാം. ഇനി ഈ ഒരു സബ്ജക്റ്റിലേക്ക് എനിക്ക് ഫോക്കസ് സ്വിച്ച് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഐറ്റത്തിലേക്ക് എനിക്ക് ഫോക്കസ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഫോക്കസുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ അടുത്തൊരു ഫീച്ചറാണ് അടിക്കടി നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഫോക്കസിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുവാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫോൺ മാറ്റി വെക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എസ്പെഷ്യലി ഗെയിമൊക്കെ കളിക്കുന്ന ടൈമിലാണ് ഇത് കൂടുതലും ആളുകളെ ബാധിക്കുന്നത്.
സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫോക്കസ് മോഡ് സെറ്റപ്പ് ചെയ്യാം, ഒരു ഫോക്കസ് മോഡ് സെറ്റപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫോക്കസ് മോഡൊന്നും സെറ്റപ്പ് ചെയ്യേണ്ട, എന്നാൽ അതിന് പകരം ഈസി ആയിട്ടും സിമ്പിളായിട്ടും iOS 18 മറ്റൊരു ഫീച്ചർ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് സ്കെഡ്യൂൾഡ് സമ്മറീസ് എന്നുള്ളത്. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നോട്ടിഫിക്കേഷൻസിലേക്ക് പോവുക. സോ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഓപ്ഷൻ കാണാം. സ്കെഡ്യൂൾഡ് സമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്തിട്ട് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് വരും. സോ കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, ഇപ്പം നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്തു. ആഡ് ഫോർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നമ്മൾ സ്കെഡ്യൂൾ ടൈമാണ് കൊടുക്കുന്നത്. അതായത് സമ്മറീസ് ഡെലിവറി ചെയ്യാനുള്ള ടൈം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സമ്മറി എന്ന് പറയുന്നത് 8 AM ഞാനത് മാറ്റിയിട്ട് ഒരു 9 AM അങ്ങ് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് എത്ര സ്കെഡ്യൂൾസ് വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്യാനാണ്. ദെൻ ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ വീണ്ടും നമുക്ക് സമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് ഇത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻസ് ഐഫോൺ ഡെലിവർ ചെയ്യത്തുള്ളൂ. ഇതിൽ അടുത്തൊരു ഫീച്ചറാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമ്മളിപ്പം സൈലൻറ്റ് മോഡിലോ അല്ലെങ്കിൽ മീറ്റിങ്ങിലോ കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ കോളർ ട്യൂണിന് പകരം നമ്മൾ ഈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കോൺടാക്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക, എഡിറ്റ് ഓപ്ഷനിൽ പോവുക. എഡിറ്റ് ഓപ്ഷനിൽ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണാം, റിംഗ് ടൂൺ അതോടൊപ്പം ടെക്സ്റ്റ് ടൂൺ. സോ ഇതിൽ റിംഗ് ടൂൺ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഹാപ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് ന്യൂ വൈബ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി വിളിക്കുമ്പോൾ വേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻ പാറ്റേൺസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. ആ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് മനസ്സിലാകും ആരാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടൂൺ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോപ്പ് കൊടുത്ത് കഴിയുമ്പം താഴെ നിങ്ങൾക്ക് ഇവിടെ പാറ്റേൺസ് കാണാൻ സാധിക്കും, എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. നമുക്ക് ആ വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാം ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിയുമ്പോൾ ആളുടെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിം കോൾ എന്നുള്ളത് ഞാൻ കൊടുത്ത് സേവ് ചെയ്തു. അതിനുശേഷം വൈബ്രേഷൻ അങ്ങനെ സെറ്റാകുന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഫോൺ സൈലൻറ്റ് മോഡിലാക്കി, അല്ലാന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പം അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യം നമുക്കറിയാം. അത് ചിലപ്പം ഒരു പ്രോബ്ലത്തിലേക്ക് പോകും. കാരണം നമ്മളറിയാതെ പോകുന്ന പല സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? അതിനുവേണ്ടി കോൺടാക്ട്സ് ആപ്പിലേക്ക് പോവുക. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ആ ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക. എഡിറ്റ് ഓപ്ഷനിൽ പോവുക. താഴെ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം വീണ്ടും റിംഗ് ടൂൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് എമർജൻസി ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അതിൽ താഴെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, എമർജൻസി ബൈപ്പാസ് അലൗ സൗണ്ട് ആൻഡ് വൈബ്രേഷൻസ് ഫ്രം ദിസ് പേഴ്സൺ ഈവൻ വെൻ ദ റിംഗ് സ്വിച്ച് ഈസ് സെറ്റ് ടു സൈലൻറ്റ് ഓർ വെൻ എ ഫോക്കസ് ഈസ് ഓൺ. ഫോക്കസിലാണേലും ഈവൻ ദോ നമ്മളുടെ സൈലൻറ്റ് മോഡിലാണെങ്കിൽ പോലും ഈ വ്യക്തി വിളിക്കുന്ന ടൈമിൽ നമ്മളുടെ ഈ ഒരു കോൾ നമ്മളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് എമർജൻസി ബൈപ്പാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്ന. ഡൺ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് കാണാം എമർജൻസി ബൈപ്പാസ് ഈസ് ഓൺ. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽ, യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് മറ്റൊരു പുതിയ റീൽസിലേക്കോ അല്ലെങ്കിൽ ഷോർട്സിലേക്കോ പോകുന്നതിന് പകരം നമ്മുടെ വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. വെറുതെ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളുടെ വോയിസ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ റീലിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ജസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക. ആക്സസിബിലിറ്റി അതിൽ ഫിസിക്കൽ ആൻഡ് മോട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഞാൻ ഈ ഒരു ഓപ്ഷൻ അങ്ങ് ഡിസേബിൾ ചെയ്യുകയാണ്. കാരണം വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്, ആക്ഷൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളും ഇതും ഇതിലേക്ക് സേവ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിസേബിൾ ചെയ്ത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കമാൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കമാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഫ്രേസ് നെക്സ്റ്റ് എന്നുള്ള ഫ്രേസാണ്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഫ്രേസ്. ദെൻ ആക്ഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്തിട്ട് റൺ കസ്റ്റം ജസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ റീൽസ് കാണുന്നത് ഇങ്ങനെ സ്ക്രോളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്വൈപ്പ് ജസ്റ്റർ അങ്ങ് കൊടുക്കുവാണ്. ഒരൊറ്റ എണ്ണം കൊടുത്താൽ മതി. കാരണം 2-3 പ്രാവശ്യം കൊടുത്ത് കഴിയുമ്പോൾ 1-2-3 റീൽസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പോകുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം സ്വൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാമാണ് വേണ്ടത്. സോ ഇൻസ്റ്റഗ്രാമിലാണ് ഈ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഫ്രേസ് വർക്കാകാൻ പോകുന്നത്. അതിൽ മാത്രമേ ഉള്ളൂ. സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ഞാനിത് എനേബിൾ ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് അത് ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ്
നെക്സ്റ്റ്, ഇങ്ങനെ ഞാൻ വോയിസ് കമാൻഡ് മാത്രം കൊടുത്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു വോയിസ് കമാൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മൈക്രോഫോണിൻ്റെ ഒരു ഐക്കൺ, നമുക്ക് ആ ഒരു പ്രൈവസി ഐക്കൺ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നമുക്കത് ടോപ്പിൽ കാണും. അത് നിങ്ങൾ എപ്പോൾ ഡിസേബിൾ ചെയ്തോ അപ്പോൾ നിങ്ങൾക്കിത് പോകുന്നതായിരിക്കും. സോ അങ്ങനെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നീട് ഇതിൽ വന്ന മറ്റൊരു ഫീച്ചറാണ് വോയിസ് ഐസൊലേഷൻ. അതായത് നമുക്ക് ചുറ്റും നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളുടെ സൗണ്ട് കേൾക്കാതെ നമുക്ക് മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പം വളരെ ക്ലിയറായിട്ടും ഷാർപ്പായിട്ടും നമ്മുടെ വോയിസ് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കോളിലാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. കോളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കൺട്രോൾ പാനലിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. അതിൽ നിങ്ങൾക്ക് പ്രൈവസിയുടെ ടാഗിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് സ്റ്റാൻഡേർഡ് വോയിസ് ഐസൊലേഷൻ. സോ നിങ്ങൾ വോയിസ് ഐസൊലേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കോൾ വിളിക്കുന്ന സമയത്ത് വോയിസ് ഐസൊലേറ്റഡ് ആയിരിക്കും. നമ്മളുടെ വോക്കൽ മാത്രമേ ഉള്ളായിരിക്കും. അവർക്ക് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സുകളെല്ലാം തന്നെ അവിടെ നിന്ന് കട്ടായിപ്പോയി നമുക്ക് നമ്മൾ പറയുന്ന എന്താണ് വോക്കൽ മാത്രമായിരിക്കും നല്ല ഷാർപ്പായിട്ടും ക്ലിയർ ആയിട്ടും ഓപ്പോസിറ്റ് ഉള്ള ആളിനെ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇനി മുതൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പം നമുക്കറിയാം സ്ഥിരമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന ആ ഭാഗത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വളഞ്ഞും പുളഞ്ഞൊക്കെ ഇരിക്കും. അതെങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കറക്റ്റാക്കി കൃത്യമായിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ലൈനിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുക, ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പം അത് സ്ട്രെയിറ്റ് ലൈൻ ആകുമായിരിക്കും. ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുക, ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആകുമായിരിക്കും. കൃത്യമായിട്ടുള്ള ലൈനിൽ കൂടെ കൃത്യമായിട്ട് പോകുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈനലി iOS 18 കൊണ്ടുവന്ന മറ്റൊരു കിടിലൻ ഫീച്ചറാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺസിൻ്റെ ടൈലുകൾ നമുക്ക് റീസൈസ് ചെയ്യാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനൊക്കെയാണോ ടൈലുകൾ അല്ലെങ്കിൽ ആപ്പ് ഐക്കൺസ് റീസൈസ് ചെയ്യാൻ സാധിക്കുന്ന വിജിറ്റായിട്ട് നമുക്ക് റീസൈസ് ചെയ്യാൻ സാധിക്കും. അതിന് ഏതൊക്കെ ആപ്ലിക്കേഷൻ സപ്പോർട്ടുണ്ടോ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ക്യാമറ ആപ്പിലോ ഹെൽത്ത് ആപ്പിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. മാപ്പ് ആപ്സിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനെ റീസൈസ് ചെയ്ത് ഇതുപോലൊരു വിജിറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് അത് റീസൈസ് ചെയ്ത് ചെറിയൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചെറിയൊരു വിജിറ്റ് ആക്കണമെങ്കിൽ അതങ്ങനെ ചെയ്യാൻ സാധിക്കും. ഈവൻ ബാക്ക് ടു ഐക്കൺസിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഐക്കൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത 2-3 കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. So this is me, Milan, catch you guys in the next video. Until then, peace.